ഷുവരേട്ടാ ഇന്ന് നമ്മൾ ബിരിയാണി ചിക്കൻ ബിരിയാണി വെച്ച് മട്ടൻ ബിരിയാണി വെച്ച് ബീഫ് വെച്ച് പോത്ത് വെച്ച് പല ഐറ്റം ബിരിയാണി വെച്ച് ഇന്ന് നമ്മളതാ സ്റ്റൈലിൽ വെജിറ്റേറിയൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ ഈ വെജിറ്റബിൾ ബിരിയാണി വെക്കാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ അമ്മോന് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അമ്മ അവിടുന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ സ്പെഷ്യൽ ഒരു ഐറ്റം എന്തെങ്കിലും വെച്ചാൽ അപ്പോൾ ഇന്ന് അമ്മ ഉച്ചയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അമ്മോന് കണ്ട് വെജിറ്റബിൾ ബിരിയാണിയും എന്താ പറയുക സോയാബീൻ മസാലയും നല്ല മട്ടൻ ബിരിയാണിക്ക് പ്രതീക്ഷ വരുന്ന ആളാണ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയും സോയാബീനും കൊടുക്കട്ടെ, മസാലയും കൊടുക്കാം. ഇനി മൂപ്പരോട് ചോദിച്ചേക്കാം എന്താ പാടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കട്ടെ. ഓക്കെ, എങ്ങനെയാണ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത്, 2.5 കിലോ വെജിറ്റബിൾ ബിരിയാണിയും സോയാബീൻ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടെ. ഓക്കെ, നമ്മൾ വെജിറ്റബിൾ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ അരിയിൽ മൊത്തത്തിൽ ഒറ്റിക്കട്ട. റൈസിലേക്കുള്ള എന്ത് ചെയ്യണ്ടേ, നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. 2.5 കിലോ വെക്കുന്നുണ്ട്. അപ്പോൾ 400 മില്ലി സൺഫ്ലവർ ഓയിൽ ഇടട്ടോ. 400 മില്ലി എണ്ണ ചൂടായാൽ ഒരു 100 പച്ചമുളക് ഇട്ടാ, ഉണ്ട പച്ചമുളക് കേട്ടാ. അപ്പം നമ്മൾ പാത്രം വെക്കും മൈനസ് ആക്കട്ടെ. അതെന്ന് വെച്ചാൽ ഇപ്പോൾ 0 ആണ്. അപ്പോൾ ഉള്ളി കറക്റ്റ് തൂക്കട്ടെ, നമ്മൾ ആർക്കും വെക്കാം. ഇതെന്താ കുഴപ്പമില്ല, 800 ഗ്രാം ഉള്ളി ഇട്ടാ. 2.5 കിലോത്ത് 800 ഗ്രാം ഉള്ളി. അരി 2.5 kg അരി ഇട്ടാ, കറക്റ്റ് 2.5 kg അരി. അപ്പോൾ 800 ഗ്രാം ഉള്ളി. വാ, ഉള്ളി എന്താ തീ കിടട്ടാ, ഉള്ളി ഒന്ന് വാടിക്കോട്ടെ. 2.5 കിലോ അരി ഈ ജഗ്ഗിൽ എത്ര ഉണ്ട് നമ്മൾ നോക്കട്ടാ. 2.5 കിലോന് ഈ ജഗ്ഗിൽ ഏകദേശം 2 ജഗ്ഗിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. 2 ജഗ്ഗ് ഉണ്ടാവും. ഇതാ ഒരു ജഗ്ഗായി. ഇത് ഒരു 10 മിനിറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് കണ്ട ഒരു 3-4 വട്ടം കേക്ക് വൃത്തിയാക്കാൻ കേട്ടോ. കണ്ടാ 2 ജഗ്ഗിൻ്റെ അടുത്ത് കറക്റ്റാ. എന്തെങ്കിലും വ്യത്യാസം എന്താ? ഒരു വ്യത്യാസമില്ല മക്കളെ. നമ്മളിവിടെ ഉള്ളി വാട്ടാണ്. ഇത് മൈനസ് ആക്കട്ടാ തുലാസ്. ഇത് ഏകദേശം ഇപ്പോൾ 0-ലേക്ക് എടുക്കണം. നമ്മൾ ഇനി ക്യാരറ്റ് എത്ര ഉണ്ട് നോക്കട്ടാ. ഇത് 500 ക്യാരറ്റ് നമ്മൾ വാങ്ങിയില്ല, പക്ഷെ 500 ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ അതിന് തണ്ടൊക്കെ കട്ട് ചെയ്തുകൊണ്ട് എത്ര ഉണ്ട് നോക്കാം. അത് 500 ഉണ്ട് കേട്ടാ. അപ്പോൾ 500 ഉണ്ട്. അപ്പോൾ 500 ക്യാരറ്റ് ഇട്ടാ. ഉരുളങ്കിഴങ്ങ് 350 ഇത് കേക്ക് തട്ടാ, കേക്ക് വെച്ചാട്ടാ. ഉരുളങ്കിഴങ്ങ് വാങ്ങിയിരുന്നു, പക്ഷെ അത് ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ പോയപ്പോൾ 940. ഓക്കെ, ക്യാപ്സിക്കം ചെറിയൊരു ചോദിച്ചാൽ ക്യാപ്സിക്കം വന്നു. നമ്മൾ ക്യാപ്സിക്കം ഇട്ടാ ഒരു 300 ക്യാപ്സിക്കം. 500 തക്കാളി. 500 മതിട്ടാ. 500 തക്കാളി. ഉള്ളി വാടിക്കഴിഞ്ഞാൽ ക്യാരറ്റ് ഇട്ട് കൊടുക്കട്ടെ. ക്യാരറ്റ് തന്നെ കുറച്ച് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ക്യാരറ്റ് ഇട്ടിട്ടാ. നമ്മളിനി ഇത് ബിരിയാണിക്ക് ഇതിൽ വേറെ എണ്ണ വയ്ക്കൂല കേട്ടോ. ഈ എണ്ണനെ മതിട്ടാ. ഫ്രോസണാട്ടോ, ഫ്രോസണാണ്. ഫ്രോസണാകുമ്പോൾ വെള്ളത്തിലിട്ടേക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് വെന്തോളും. ഒരു ഏകദേശം 300 ഗ്രാം അല്ലേ, എത്രടാ? 200 ഗ്രാം പട്ടാണി ഉണ്ടാ. ഉരുളങ്കിഴങ്ങ് കേട്ടാ. തക്കാളി ഇട്ട് കൊടുക്കട്ടാ. ബീൻസ് 250 ഇട്ടാ. ബീൻസ് ഇട്ട് 3 ടീസ്പൂൺ വെളുത്തുള്ളി, 2 ടീസ്പൂണ് ഇഞ്ചി ഇട്ടാ. 50 ചപ്പും 50 പൊതിന് അവൻ തൂക്കാൻ നിന്നിട്ട് കേട്ടാ. ഒരു 300 തൈര്, ഒരു 2 ടീസ്പൂൺ നമ്മളെ ബിരിയാണി മസാല. നമ്മളെ കയ്യളവാണ് വീട്ടിൽ, ഇതൊക്കെ കയ്യളവാണ്. എന്നാലും 1 ടീസ്പൂൺ ഇട്ടോളൂ. മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പിട്ടാ. പാകത്തിനിടാ. ഉപ്പിന് കണക്കൊന്നുമില്ല, പല കമ്പനി പല ഉപ്പേക്കാറ്. 200 പട്ടാണി റോസൺ ഇട്ടാ. ക്യാപ്സിക്കട, വൈറ്റ് കുരുമുളക്, സോയാബീൻ ഇട്ടാ. വെള്ളത്തിലിട്ടാണ്. വെള്ളത്തിൽ 100 അതിന് ഇപ്പം 200 ആയിട്ട്. വെജിറ്റബിൾ ബിരിയാണിയിൽ എപ്പോഴും അടങ്ങിയൊരു സാധനം സോയാബീൻ. ഇതൊരു മീറ്റിൻ്റെ മാതിരിയുള്ള സംഭവമാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് മിക്സ് ആക്കിയിട്ടുണ്ടല്ലോ മക്കളെ. ഈ ഒരു വെജിറ്റബിൾ ബിരിയാണി നിങ്ങൾ വെച്ച് നോക്കി, എന്താ തരപ്പില്ല, എന്താവും? അടിപൊളിയാവും, ഒന്നും പറയാണ്ടാവില്ല കേട്ടോ. പച്ചക്കറി ബിരിയാണി വെക്കുമ്പോൾ ഉരുളങ്കിഴങ്ങ് ക്യാരറ്റും ഒക്കെ ഇതേമാതിരിക്ക് കഷ്ടമാണ്. ചെറുതാക്കി അരിഞ്ഞാൽ ഉടഞ്ഞു പോട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഇത് നമ്മൾ വേറെ ഒരു ചെമ്പിലേക്ക് മാറ്റാൻ പോകുള്ള പരിപാടി കേട്ടോ.
വേറെ പാത്രത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. വേറെ പാത്രത്തിൽ നമ്മൾ ഒന്നായിട്ട് വറ്റിക്കട്ടാ. മധുബൂത്തൊക്കെ ഉണ്ടാക്കുന്ന മാതിരിക്ക് ഇനിയാണ് നമ്മളെ കലാപരിപാടി തുടങ്ങുന്നത്. ഇനി നമ്മൾ 2 ജഗ് അളവെടുത്തു അല്ലേ? ആ 3 ജഗ് വെള്ളം, 1.5 പാട്ട വെള്ളം. എന്നാ വെള്ളം എടുക്കടാ, വെള്ളം എടുക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തേക്ക് വെള്ളം ഒഴിക്കട്ടാ. ഈ വെള്ളം ഒഴിച്ച് ഞാൻ നമ്മളെ കളി എടുക്കേണ്ടത് കുറച്ച് പട്ട, കുറച്ച് ഗ്രാമ്പു, കുറച്ച് ഏലക്കായ്, പൊടിക്ക് പിന്നെ മിണ്ടായിപ്പിട്ട ഒരു പൊടിക്കിട്ട മതി. 50 RK വെച്ചിട്ടാ. വെള്ളം തിളച്ചിട്ടാ. വെള്ളം തിളച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് അടുത്ത അരി ഇടുന്ന പരിപാടി കേട്ടാ. വെള്ളം തിളച്ച് വരുന്നുണ്ട്. എന്നാൽ നമ്മൾ അരി ഇടട്ടാ. അരി ഇടണേ. നമ്മളിട്ട് എല്ലാ സംഭവവും ആ ഒരേ വേവിന് കിട്ടൂട്ടാ. അരി തിളക്കട്ടെ. നല്ല ഇളക്കി കൊടുക്കട്ടാ. അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ അവസാന കട്ടയിക്കണേ. ഗ്യാസ് ഓഫാകും, നമ്മൾ ദമ്മിടും. ഒരു അരമണിക്കൂർ ദമ്മിട്ടേക്കൂട്ടാ. ദമ്മിട്ടേക്കണം കേട്ടോ. കുറച്ച് നേരം എന്താ വെച്ചാലേ ദമ്മടിച്ചാണ് കിടക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ അതിൻ്റെ മേലെ അടിച്ചാണ്ട് ഇടണം. എന്നിട്ട് നമുക്ക് പൊട്ടിച്ച് നോക്കട്ടോ. നമുക്ക് സെറ്റിന് മേലെ ഇട്ടടാ. പുറട്ടോ. അങ്ങനെ ചിരട്ട കത്തി കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, ദമ്മ് പൊട്ടിക്കൂട്ടാ. അങ്ങനെ ബെറ്റല്ല കോയ പറഞ്ഞ് ഞാൻ എന്തായാലും ചൂടോടൊക്കെ എടുക്കൂല, സർഫിൽ എടുക്കുന്നുണ്ട്. അത് പിടിച്ച് അങ്ങനെ ഒറ്റടിക്കരുത്, പിടിച്ച് കാണാൻ വെക്കണം. അടാ പൊള്ളി അതല്ല, അത് പോടാ അവിടുന്ന്. അപ്പൊ എന്നെ കൊണ്ടാണ് പൊട്ടിക്കാതെ കേട്ടോ. ബിരിയാണി കാണിച്ചു തരാം കേട്ടോ. പൊട്ടിച്ചു. ഓ അതാ അങ്ങനെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടാ. കുറച്ചുകൂടെ എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമ്മൾ വിളമ്പാൻ തുടങ്ങും. അത് ഞാൻ ഉരുളക്കിഴങ്ങ് എടുത്തു. ഇതോടെ പോയാ ചെറു ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാവില്ല എന്നാണ്. ഇങ്ങനെ ടേസ്റ്റ് എൻ്റെ അമ്മേട്ടാ. അമ്മ വന്നാൽ രാവിലെ ദുബായിന്ന് വന്നാണ്. അപ്പോൾ അമ്മ എത്ര കുഞ്ഞിപ്പോ പാട് ബിരിയാണി പാട് പ്രതീക്ഷ ബിരിയാണി വെച്ചില്ലേ പ്രതീക്ഷ ഇപ്പം എന്താ പാട് ബിരിയാണി സാർ ഇപ്പോൾ ബിരിയാണിയും മീനും പാടെ വന്നിട്ടുണ്ടാ. അപ്പോൾ ഇതാണ് നമ്മളെ അമ്മോനെ, ചെറിയ അമ്മോനേട്ടാ. എൻ്റെ 4ാമത്തെ അമ്മോനെ, ചെറിയ അമ്മോനാണ്. രണ്ടാമത്തെ പ്രാവശ്യം ചോറുണ്ട്. 2ാമത്തെ പ്രാവശ്യം വെജിറ്റബിൾ ബിരിയാണി കുഞ്ഞിപ്പാ. എന്താ പാട് സോയാബീനോ മസാല സൂപ്പറാണ്. ആ ഹോട്ടൽ പണിട്ടാ. നമ്മൾ ഫീൽഡാണ്, പണ്ടാരിയാണ്. എവിടെയാണ്? ദുബായിൽ എവിടെയാണ്? എവിടെ കട? റെസ്റ്റോറൻറ്റ് മൊലാളിയാണ്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണും. ഓക്കെ, ബായ്.